Hi students, today we are going to discuss about gold foil experiment of Ernest Rutherford and his atomic model. Okay, an atomic model of Rutherford and his gold foil experiment, right? Before that, the particles or we can say rays. There are three types of rays are there: alpha particle or alpha rays, beta particle or beta rays, gamma particle or gamma rays. Okay, the charge of alpha particle is nothing but a positively charged rays. Okay, alpha particle is a positive charged rays. Okay, beta particle is negative charged rays and gamma particle is chargeless particle. Okay, alpha particle, it is a positively charged rays aanand alpha particle, negatively charged rays aana beta particle. Then chargeless particle, adine positive illa negative illa chargeless particles aana gamma particle or gamma rays. Okay, it is a stream of rays aayitana ivare vera. Then this is the experimental setup of Ernest Rutherford. So ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു സോഴ്സ് ഉണ്ട് കണ്ടോ. Here there is a source and here a very thin gold foil is here and this is the screen, circular screen or detector. Right. So this source produces alpha particle. This is a source producing alpha particles, right? ഈ ആൽഫ പാർട്ടിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോഴ്സാണ് ഇത് ഈ കാണുന്നത്. അത് ആ ഒരു സോഴ്സിനെ നമ്മൾ ലെഡ് വെച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ആൽഫ പാർട്ടിക്കിൾ പുറത്തേക്കൊന്നും എമിറ്റൊന്നും ചെയ്യാതെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആൽഫ പാർട്ടിക്കിൾ പുറത്ത് വിടുന്ന ആ സോഴ്സിനെ നമ്മൾ ലെഡിനോട് കവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ബോക്സിൻ്റെ ഇങ്ങേ വശത്ത് ഒരു ചെറിയ സ്ലിറ്റ് ഉണ്ട്, ഒരു ചെറിയ ഹോളുണ്ട്. അപ്പം ഇവിടെ ഉണ്ടാകുന്ന ആൽഫ പാർട്ടിക്കിൾ ആ ചെറിയ സ്ലിറ്റിലൂടെ വളരെ നാരോ ബീമായിട്ടാണ് ഈ ഗോൾഡ് ഫോയിൽ വന്നിട്ട് പതിക്കുക. ഓക്കെ, സോ ഇവിടുന്ന് എന്ത് ചെയ്യും, ആൽഫ പാർട്ടിക്കിൾ വെച്ചിട്ടാണ് റുദർഫോർഡ് ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത്. അതായത് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് റേസ് ആണ്. അദ്ദേഹം ഈ സോഴ്സിൽ നിന്ന് എന്ത് ചെയ്ത് ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ ഈ ഗോൾഡ് ഫോയിലിലൂടെ കടത്തിവിട്ടു. ഓക്കെ, വളരെ തിന്നായിട്ടുള്ളൊരു ഗോൾഡ് ഫോയിലാണ്, ഒരു ഗോൾഡ് ഫോയിലിൻ്റെ ഒരു പീസ്. അപ്പം ഇതിലെന്തുണ്ടാവും, ഗോൾഡിൻ്റെ കുറേ ആറ്റംസ് ഉണ്ടാവും അല്ലേ. അപ്പം ആറ്റത്തിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു തിൻ ഗോൾഡ് ഫോയിലിലൂടെ ആൽഫ പാർട്ടിക്കിൾസ് അഥവാ പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസിനെ കടത്തിവിട്ടു. എന്നിട്ട് ആ ഫോയിലിലൂടെ കടന്നു വന്നിട്ടുള്ള റേസിൻ്റെ പ്രത്യേകതകൾ അദ്ദേഹം നോക്കി. ഈ ഡിറ്റക്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ഏത് റേസ് വരുന്നുവോ അത് ഡിറ്റക്ട് ചെയ്യും, അല്ലെങ്കിൽ അവിടെ ഒരു ലൂമിനൻസൻസ് ഉണ്ടാവും, അവിടെ ഒരു തിളക്കം ഉണ്ടാവും. അപ്പം നമുക്ക് കാണാം അവിടെ റേസ് പതിച്ചാൽ, ആ ഡിറ്റക്ടറിൽ പതിച്ചാൽ നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ്. ഈ പാസസ് ആൽഫ പാർട്ടിക്കിൾ ത്രൂ തിൻ ഗോൾഡ് ഫോയിൽ. എന്നിട്ട് അദ്ദേഹം കുറച്ച് ഒബ്സർവേഷനിലൊക്കെ എത്തി. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. ഓക്കെ, ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽഫ പാർട്ടിക്കിൾ. ആ ആൽഫ പാർട്ടിക്കിളിനെ എന്ത് ചെയ്തു, വളരെ തിന്നായിട്ട് ഉള്ള ഒരു ഗോൾഡ് ഫോയിലിലൂടെ അദ്ദേഹം കടത്തി വിട്ടു. എന്നിട്ട് ആ പുറത്ത് വന്ന റേസിനെ അദ്ദേഹം എന്ത് ചെയ്ത് സ്റ്റഡി ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ കാണാം ചില ആൽഫ പാർട്ടിക്കിളൊക്കെ ഗോൾഡ് ഫോയിലിന് ഇപ്പുറത്ത് കൂടെ കണ്ടോ പോയി വിത്തൗട്ട് എനി ഡേവിയേഷൻ. കുറച്ച് ആൽഫ പാർട്ടിക്കിൾസിന് ചെറുതായിട്ട് ഡേവിയേഷൻ സംഭവിച്ചിട്ടുണ്ട് അല്ലേ. അതേപോലെ ഇവിടെ ഇങ്ങോട്ട് കണ്ടോ, ഇതും എന്താണ്, ഒരു റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഗോൾഡ് ആൽഫ പാർട്ടിക്കിളാണ്. അത് ഏകദേശം 180 ഡിഗ്രി തന്നെ ബൗൺസ് ബാക്കിനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ അദ്ദേഹത്തിന് കിട്ടിയത്, ആദ്യം ഈ സെക്കൻഡ് വൺ നോക്കുക, റുദർഫോർഡ് മോഡൽ. ഇത് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അതായത് ഈ ആരോ കാണിച്ചിട്ടുള്ളത് എന്താണ്, അദ്ദേഹം ആൽഫ പാർട്ടിക്കിൾസിൻ്റെ പാത്തിനെ കാണിക്കുന്നതാണ്. അപ്പം റുദർഫോർഡിന് കിട്ടിയത് ഇങ്ങനെയാണ്. അതായത് റുദർഫോർഡ് ഗോൾഡ് ഫോയിലിലൂടെ ആൽഫ പാർട്ടിക്കിൾ കടത്തി വിട്ടപ്പം റുദർഫോർഡിന് കിട്ടിയത് കണ്ടോ, മെജോറിറ്റി ആൽഫ പാർട്ടിക്കിളും ഒരു ഡേവിയേഷനും ഇല്ലാതെയാണ് കടന്നു പോയത്. കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ റുദർഫോർഡിന് കിട്ടിയത്. ഓക്കെ, അപ്പം മെജോറിറ്റി ഓഫ് ആൽഫ പാർട്ടിക്കിളിന് എന്തില്ല, ഒരു ഡേവിയേഷനും സംഭവിച്ചിട്ടില്ല. പക്ഷേ
ഈ ചില ആൽഫ പാർട്ടിക്കിളിന് സ്ലൈറ്റായിട്ടൊരു ഡേവിയേഷൻ ഉണ്ട്. അതിലും കുറച്ച് ആൾക്കാർക്ക് കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ഡേവിയേഷൻ റിഫ്ലക്ഷൻ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം 3 തരം റേസാണ് റുദർഫോർഡിന് കിട്ടിയത്. ഒരു ഡിഫ്ലക്ഷനും ഇല്ലാതെ ഡേവിയേഷനും ഇല്ലാതെ പോകുന്ന ആൽഫ പാർട്ടിക്കിൾ കിട്ടിയിട്ടുണ്ട്. സ്ലൈറ്റായിട്ട് ഡിഫ്ലക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡേവിയേറ്റ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിൾ കിട്ടിയിട്ടുണ്ട്. ദെൻ ബൗൺസ് ബാക്ക് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിളും കിട്ടിയിട്ടുണ്ട്. അതിൽ ഡേവിയേഷൻ ഒന്നും ഇല്ലാതെ പോകുന്ന ആൽഫ പാർട്ടിക്കിളാണ് ഒരുപാട് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പം ഈ ഒരു ഒബ്സർവേഷൻ വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, കുറച്ച് ഇതൊക്കെ എഴുതി, അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൽ ഒന്നാമത് മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസ്ഡ് ത്രൂ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡേവിയേഷൻ. മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസ്ഡ് ത്രൂ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡേവിയേഷൻ. ഒരു ഡേവിയേഷനും ഇല്ലാതെയാണ് ഗോൾഡ് ഫോയിൽ കൂടെ ആൽഫ പാർട്ടിക്കിൾസ് പോയത്. ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ റൈസാണ്, വേറെ ഒന്നുമല്ല. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഹയർ ക്ലാസ്സിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ദെൻ സം ആൽഫ പാർട്ടിക്കിൾ ഗെറ്റ് സ്ലൈറ്റ് ഡേവിയേഷൻ ആൻഡ് വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾ കംപ്ലീറ്റ്ലി ബൗൺസ് ബാക്ക്. ഓക്കെ, അപ്പം ഈ ഒരു ഒബ്സർവേഷനാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഈ ഒരു ഒബ്സർവേഷൻ വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്ത്, റുദർഫോർഡ് ആറ്റം മോഡൽ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അതായത് മെജോറിറ്റി ഓഫ് ദ ആൽഫ പാർട്ടിക്കിളിന് ഒരു ഡേവിയേഷനും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം ഇസ് എംപ്റ്റി. ദെൻ a positively charged nucleus is present at the center of atom. Then third one, electrons are revolving around the nucleus in a circular path called orbit. ഈ 3 കാര്യങ്ങളാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്. ആറ്റത്തിൻ്റെ മോഡൽ അദ്ദേഹം ഉണ്ടാക്കുകയാണ്. അപ്പം 3 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. എന്തൊക്കെയാണ്? മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. ആറ്റത്തിലെ ഭൂരിഭാഗം സ്പേസും എംപ്റ്റി ആണ്. ദെൻ ദർ ഈസ് എ ന്യൂക്ലിയസ് ഓർ ദർ ഈസ് എ പോസിറ്റീവ് ചാർജ്ഡ് ന്യൂക്ലിയസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ആറ്റം. സെൻറ്ററിൽ എന്തുണ്ട്? ഒരു പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് ഉണ്ട്. ദെൻ മൂന്നാമത്തത് പറഞ്ഞത് ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ്. ഓർബിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രത്യേക സർക്കുലർ പാത്തിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ ന്യൂക്ലിയസിനെ റിവോൾവ് ചെയ്യുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ റുദർഫോർഡ് പറഞ്ഞത് കണ്ടോ, ഏകദേശം ഈ ഒരു മോഡലാണ്. അതായത് ദർ ഈസ് എ സെൻറ്റർ, പോസിറ്റീവ് ചാർജ്ഡ് സെൻറ്റർ in the atom called nucleus. Then electrons are revolving around the nucleus in a circular path. അങ്ങനെയാണ് റുദർഫോർഡ് പറഞ്ഞത്. ഇത് ഇവിടെ കൊടുത്തത് നിങ്ങൾ തോംസൺ മോഡൽ കാണാം. അപ്പോൾ തോംസൺ മോഡൽ എന്തുകൊണ്ടാണ് ഫെയിൽ ആയതെന്ന് വെച്ചാൽ, തോംസൺ മോഡൽ എന്തായിരുന്നു? ഒരു പ്ലം പുഡിംഗ് മോഡലായിരുന്നു അല്ലേ. അതായത് ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് എന്ത്? ഇലക്ട്രോൺസ്. ഈ ബ്രൗൺ കളറിൽ കാണുന്ന പോർഷൻസ് ഒക്കെ പോസിറ്റീവ് ചാർജ്ഡാണ് അല്ലേ. സോ ഈ തോംസൺ മോഡൽ എങ്ങനെയാണ് റിജക്റ്റ് ആയതെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ആൽഫ പാർട്ടിക്കിൾ എന്നുള്ളത് പോസിറ്റീവ് ചാർജ്ഡ് റേസ് ആണെന്ന് മിസ് പറഞ്ഞു അല്ലേ. സോ പോസിറ്റീവ് ചാർജ്, പോസിറ്റീവ് ആൻഡ് പോസിറ്റീവ് ചാർജ് അട്രാക്റ്റ് ചെയ്യോ റിപ്പൽ ചെയ്യോ? സെയിം ചാർജ് റിപ്പൽസ്, ഓപ്പോസിറ്റ് ചാർജ് അട്രാക്ട്സ് എന്നാണ്. നമ്മൾ മാഗ്നറ്റിൽ എടുത്ത മാതിരി സൗത്തും എന്തായിരിക്കും? റിപ്പൽ ചെയ്യും. നോർത്തും റിപ്പൽ ചെയ്യും. ബട്ട് സൗത്തും നോർത്തും ആണ് അട്രാക്ട് ചെയ്യുക. അതേപോലെ തന്നെയാണ് ചാർജിൻ്റെ കേസിലും. പോസിറ്റീവ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. നെഗറ്റീവ് റിപ്പൽ ചെയ്യും. നെഗറ്റീവ് ആണ് അട്രാക്ട് ചെയ്യുക. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ആൽഫ പാർട്ടിക്കിൾ അതായത് പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. സോ ഇങ്ങനെ റുദർഫോർഡ് എക്സ്പെരിമെൻ്റ് നടന്നപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ആൽഫ പാർട്ടിക്കിൾസിൻ്റെ ഡേവിയേഷൻസ് കിട്ടിയത്. അപ്പോൾ തോംസൺ പറഞ്ഞ പോലെയുള്ള ഒരു ആറ്റം മോഡൽ ആയിരുന്നുവെങ്കിൽ നമുക്ക് ഒരിക്കലും റുദർഫോർഡിന് കിട്ടിയ പോലത്തെ റിസൾട്ട് കിട്ടൂല. കാരണം തോംസൺ പറഞ്ഞത് ഇലക്ട്രോൺസ് ആർ എംബഡഡ് ഇൻ എ പ്ലം പുഡിംഗ് മോഡൽ. അങ്ങനത്തെ ഒരു മോഡലല്ലേ പറഞ്ഞത്, പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം. അതായത് ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് ഇലക്ട്രോൺ. ഇലക്ട്രോൺസ് ആർ ഇൻ ദ പൂൾ ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ എന്നാണ് പറഞ്ഞത്. അതായത് ഈ ബ്രൗൺ കളറിലുള്ള പോസിറ്റീവ് ചാർജ് ഉള്ള പൂളിൽ നെഗറ്റീവ് ചാർജിൽ ഇലക്ട്രോൺസ് എംബഡ് ചെയ്യുന്ന രീതിയിലാണെന്നാണ് തോംസൺസ് മോഡൽ ഓഫ് ആറ്റം പറയുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളൊന്ന് നോക്ക്, ഇതിലൂടെ ഇതാണ് നമ്മുടെ ആറ്റം. അപ്പോൾ ഇവിടെ ഒക്കെ പോസിറ്റീവ് ചാർജാണ്.
അപ്പം ഇതിലൂടെ ഒരു ആൽഫ പാർട്ടിക്കിളിന് ഒരിക്കലും ഡേവിയേഷൻ സംഭവിക്കാതെ ഇങ്ങനെ പോകാൻ കഴിയും. കാരണം ഇവിടെയൊക്കെ പോസിറ്റീവ് ചാർജാണ്. അപ്പം ഇവിടുന്ന് ഒരു ആൽഫ പാർട്ടിക്കിൾ ഈ ആറ്റത്തിൽ എത്തുമ്പോൾ തന്നെ അതെന്താവേണ്ടതാണ്? റിപ്പൽ ചെയ്ത് തിരിച്ച് പോവേണ്ടതാണ് അല്ലേ? തോംസൺ പറഞ്ഞ പോലെയുള്ള ഒരു മോഡലാണെങ്കിൽ. പക്ഷേ എന്ത് സംഭവിച്ചില്ല? അത് റിപ്പൽ ചെയ്തിട്ടില്ല. അതെന്ത് ചെയ്തു? ഡേവിയേഷനൊന്നും ഇല്ലാതെ കടന്നുപോയി. റുദർഫോർഡിന് കിട്ടി. പക്ഷേ തോംസൺ പറഞ്ഞത് എന്തായിരുന്നു? പോസിറ്റീവ് പൂളാണ്. ഇത് പോസിറ്റീവ് തോംസൺ പറഞ്ഞ പോലെയുള്ള മോഡലാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ആൽഫ പാർട്ടിക്കിൾ ഈ ഗോൾഡ് ഫോയിലിൽ കൂടി അല്ലെങ്കിൽ ആ ആറ്റത്തിലൂടെ കടന്നു പോകുമ്പോൾ ആൽഫ പാർട്ടിക്കിൾസ് എല്ലാം തന്നെ ഡേവിയേഷൻ സംഭവിക്കും. എല്ലാ ആൽഫ പാർട്ടിക്കിളും ഡേവിയേഷൻ സംഭവിക്കുമായിരുന്നു. കാരണം പോസിറ്റീവ് ചാർജ് പൂളാണുള്ളത്. ആറ്റം എന്ന് പറഞ്ഞാൽ തന്നെ പോസിറ്റീവ് ചാർജ് പൂളാണെന്ന് പറഞ്ഞു. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള റേ പോസിറ്റീവായിട്ട് എന്ത് ചെയ്യും? റിപ്പിൾ ചെയ്യും. അപ്പോൾ നമുക്കൊരിക്കലും സ്ട്രെയിറ്റ് ലൈനായിട്ട് എന്ത് കിട്ടൂല? ആൽഫ പാർട്ടിക്കിൾ കിട്ടൂല. അപ്പം ഈ ഒരു എക്സ്പെരിമെൻ്റ് എന്നാണ് തോംസൺ മോഡൽ ഓഫ് ആറ്റം തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതി. ഇതൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കില്ല. നിങ്ങൾക്കിത് +1 ആണ് നല്ലോണം പഠിക്കാനുള്ളത്. +1ലും ഡിഗ്രിയിലുമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം റുദർഫോർഡിന് കിട്ടിയത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അദ്ദേഹത്തിന് എന്താ കിട്ടിയത്? മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ ഗോ വിത്തൗട്ട് എനി ഡേവിയേഷൻ, സം ആൽഫ പാർട്ടിക്കിൾ ഗെറ്റ് സ്ലൈറ്റ് ഡേവിയേഷൻ ആൻഡ് വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾ ഗെറ്റ് ഓൾമോസ്റ്റ് 180 ഡിഗ്രി ഡേവിയേഷൻ. ഓക്കെ, അപ്പം എന്തുകൊണ്ടായിരിക്കും ഇവിടെ സ്ലൈറ്റ് ഡേവിയേഷൻ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസിന് കിട്ടിയത്? നിങ്ങൾ നോക്കുക. അദ്ദേഹം പറഞ്ഞു ഇൻ ആറ്റം ദർ ഈസ് എ സെൻറ്റർ കോൾഡ് ന്യൂക്ലിയസ് ആൻഡ് ഇറ്റ് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. പോസിറ്റീവ്ലി ചാർജുള്ളൊരു ന്യൂക്ലിയസ് ഒരു ആറ്റത്തിൽ ഉണ്ട് എന്നാണ് റുദർഫോർഡ് പറഞ്ഞത്. അപ്പം ഇത് പോസിറ്റീവ് അല്ലേ? വരുന്ന ആൽഫ പാർട്ടിക്കിളും പോസിറ്റീവാണ്. അപ്പം അതുകൊണ്ടാണ് പോസിറ്റീവ് റിപ്പൾഷൻ, അതായത് ന്യൂക്ലിയസിൻ്റെ അടുത്തു കൂടി പോയ ആൽഫ പാർട്ടിക്കിൾസിനാണ് എന്ത് സംഭവിച്ചത്? സ്ലൈറ്റ് ആയിട്ടുള്ള ഡേവിയേഷൻ സംഭവിച്ചത്. ഓക്കെ, ദെൻ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ തിരിച്ച് കണ്ടോ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഡിഫ്ലക്റ്റ് ചെയ്ത് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അത് എവിടെ കൂടി ആയിരിക്കും പാസ് ചെയ്തിട്ടുണ്ടാവുക? ആ ആൽഫ പാർട്ടിക്കിൾ ആ ന്യൂക്ലിയസിലായിരിക്കും എന്ത് പാസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടാവുക. അപ്പം പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് അല്ലേ? അപ്പം പോസിറ്റീവ് ഉള്ള ചാർജിന് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. പോസിറ്റീവ് റിപ്പൾഷൻ കാരണം എന്ത് ചെയ്യും? ന്യൂക്ലിയസിൽ കൂടി കടന്നു പോയിട്ടുള്ള ആൽഫ പാർട്ടിക്കിളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാകും? തിരിച്ച് ബൗൺസ് ബാക്ക്, നല്ല ഡേവിയേഷൻ അതിന് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഇത്രയും ഇത് വെച്ചിട്ടാണ് എന്ത് റുദർഫോർഡ് ആറ്റം മോഡൽ ഉണ്ടാക്കിയത്. ഓക്കെ, കൂടാതെ ആൽഫ പാർട്ടിക്കിളിന് ഒരു ഡേവിയേഷനും ഇല്ലാതെ പോവാൻ കാരണം എന്താ? ഇവിടെ എവിടെയും പോസിറ്റീവ് ചാർജ് ഇല്ല. അതായത് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം ഇസ് എംപ്റ്റി. ആറ്റത്തിലെ ഭൂരിഭാഗം സ്പേസും എന്താണ്? എംപ്റ്റി ആണ്. ഇവിടെ ഒന്നുമില്ല. സെൻറ്ററിൽ മാത്രമേ പോസിറ്റീവ് ചാർജുള്ള ഒരു ന്യൂക്ലിയസ് ഉള്ളൂ. ഇലക്ട്രോൺസ് അതിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇത് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആറ്റോമിക് മോഡൽ പ്രപ്പോസ് ചെയ്തു. അതിൻ്റെ പേരാണ് റുദർഫോർഡ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. ഓക്കെ, പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റത്തിന് കാരണം അദ്ദേഹം പ്ലാനറ്റ്സിൻ്റെ പോലെയാണ് അദ്ദേഹം ഈ ആറ്റം മോഡലിനെ പ്രപ്പോസ് ചെയ്തത്. അതായത് ഇൻ സോളാർ സിസ്റ്റം വി നോ ദാറ്റ് സൺ ഇസ് ദ സെൻറ്റർ, റൈറ്റ്? സണ്ണാണ് സെൻറ്ററിലുള്ളത് കണ്ടോ. എന്നിട്ട് അതിന് ചുറ്റും എന്താണ്? പ്ലാനറ്റ്സ് പ്രത്യേക ഓർബിറ്റ്സിൽ റിവോൾവ് ചെയ്യും. അപ്പം ഇതേ സോളാർ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ പ്ലാനാർ സിസ്റ്റത്തിലെ പോലെ ആറ്റം എന്താണ്? ഓൾസോ ആറ്റം ഹാസ് ഓൾസോ എ സെൻറ്റർ. ആറ്റത്തിനും എന്തുണ്ട്? ഒരു സെൻറ്റർ ഉണ്ട്. ആ സെൻറ്ററിൻ്റെ പേരാണ് എന്ത്? ന്യൂക്ലിയസ് ഈസ് അറ്റ് ദ സെൻറ്റർ. ദെൻ ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ഷെൽസ്, റൈറ്റ്? അപ്പം ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. പ്ലാനറ്ററി മോഡൽ സോളാർ സിസ്റ്റത്തെ അതേപോലെ അദ്ദേഹം ഒരു ആറ്റത്തിന് എന്ത് ചെയ്തു പറഞ്ഞു? ആറ്റം ഓൾസോ ഹാസ് എ സെൻറ്റർ, ന്യൂക്ലിയസ് ഈസ് അറ്റ് ദ സെൻറ്റർ, ദെൻ ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ഷെൽസ് ഓർ ഓർബിറ്റ്സ്. ഓർബിറ്റ്സോ അല്ലെങ്കിൽ ഷെൽസ് എന്നോ വിളിക്കുന്ന പ്രത്യേക ഒരു സർക്കുലർ പാത്തിലൂടെയാണ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, സോ അതാ ഈ ഒരു മോഡലാണ് അദ്ദേഹത്തിൻ്റെ ആറ്റോമിക് മോഡൽ, റൈറ്റ്? ന്യൂക്ലിയസ് ഈസ് അറ്റ് ദ സെൻറ്റർ, ദെൻ ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സർക്കുലർ പാത്ത് കോൾഡ് ഷെൽസ് ഓർ ഓർബിറ്റ്സ്. ഓക്കെ, അദ്ദേഹത്തിന് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്, ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോട്ടോൺ അദ്ദേഹം കണ്ടുപിടിച്ചു. ഓക്കെ, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ എന്താണ്? പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത്? ഒരു റുദർഫോർഡ് ആറ്റം മോഡൽ കണ്ടുപിടിച്ചു.
അദ്ദേഹം പറഞ്ഞു അറ്റ് ദ സെൻറ്റർ ദർ ഇസ് എ പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസ്. കാരണം അതിലെന്തുണ്ട്? പ്രോട്ടോൺസ് ഉണ്ട്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? റുദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. ഓക്കെ. ദെൻ ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദി സർക്കുലർ പാത്ത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ. ദെൻ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്, ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ആ ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്താണ് നിൽക്കുകയാണെന്നാണ് റുദർഫോർഡ് പറഞ്ഞത്. ഓക്കെ. സോ ഇതൊക്കെയാണ് റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ. ഇനി നമുക്ക് നോക്കാനുള്ളത് ജെയിംസ് ചാഡ്വിക്. ഇദ്ദേഹമാണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. റുദർഫോർഡ് ന്യൂട്രോണെ പറ്റിയിട്ട് ഒരു ഐഡിയയും തന്നിട്ടില്ല. അദ്ദേഹം ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ന്യൂക്ലിയസ്, അതിലെന്തുണ്ട്? പ്രോട്ടോൺ ഉണ്ട്, പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾ ആണെന്ന് പറഞ്ഞു. ഇലക്ട്രോൺ പിന്നെ ആര് കണ്ടുപിടിച്ചിട്ടുണ്ട്? തോംസണും ഇതിനു മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോൺ മാത്രമല്ല ഒരാളും കൂടി ഉണ്ടെന്ന് ആര് കണ്ടുപിടിച്ചു? ജെയിംസ് ചാഡ്വിക് കണ്ടുപിടിച്ചു. അദ്ദേഹം അതിന് ന്യൂട്രോൺ എന്ന് വിളിച്ചു. ഓക്കെ. ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ദർ ആർ ന്യൂട്രൽ പാർട്ടിക്കിൾ ഹാവിങ് മാസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് പ്രോട്ടോൺ. അദ്ദേഹം പറഞ്ഞത് ഈ ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ മാത്രമല്ല ഉള്ളത്, പ്രോട്ടോണിൻ്റെ അതേ മാസുള്ള ചാർജ് ഇല്ലാത്ത ന്യൂട്രോണും കൂടി ഉണ്ടെന്ന് ആര് പറഞ്ഞു? ചാഡ്വിക്ക് കണ്ടുപിടിച്ചു. ഓക്കെ. ദെൻ അത്രയാണ്. ദെൻ ഫോർ ദി ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ ഹി ഗോട്ട് ദി നോബൽ പ്രൈസ്. ഓക്കെ. സോ ചാഡ്വിക് ന്യൂട്രോൺ കണ്ടുപിടിച്ചു. ആൻഡ് ദർ ഇസ് എ ട്രിക്ക് ടു റിമെമ്പർ ദ നെയിംസ് ഓഫ് സയൻറ്റിസ്റ്റ് ആൻഡ് ദെയർ ഇൻവെൻഷൻ. Just remember pen RTC. Okay, pen RTC. P for proton and R for Rutherford. Okay, PEN means proton, electron, neutron. RTC means Rutherford, Thomson, Chadwick. Okay, then P for proton. The proton is discovered by Rutherford. E for electron, and electron is discovered by T for Thomson. And N for neutron is discovered by Chadwick. Right. Then so we conclude that there are 3 particles. അപ്പോൾ ഇതുവരെ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? 3 പാർട്ടിക്കിൾ ആറ്റത്തിൻ്റെ ഉള്ളിലുണ്ടെന്ന് കണ്ടുപിടിച്ചു അല്ലേ? 3 ആൾക്കാരുണ്ട്. ഡാൾട്ടൻ്റെ ഇതിലാണ് നമ്മൾ തുടങ്ങിയത്. ഡാൾട്ടൻ പറഞ്ഞത് ആറ്റത്തെ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു അല്ലേ? പക്ഷേ പിന്നീട് ഒരുപാട് എക്സ്പെരിമെൻറ്റിന് ശേഷം നമുക്ക് എന്ത് മനസ്സിലായി? ആറ്റം ക്യാൻ ബി ഡിവിസിബിൾ. റൈറ്റ്. ദെൻ ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻസൈഡ് ദി ആറ്റം. റൈറ്റ്. അങ്ങനെ ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള 3 പാർട്ടിക്കിൾ എവിടെ ഉണ്ട്? ആറ്റത്തിൻ്റെ ഉള്ളിലുണ്ട്. സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ഇതെന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, അത് പഠിച്ചാൽ മതി. ഓക്കെ. ഇലക്ട്രോൺ എന്ന് പറഞ്ഞത് എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. പ്രോട്ടോൺ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ന്യൂട്രോൺ എന്നുള്ളത് ചാർജ്ലെസ് പാർട്ടിക്കിൾസ് ആണ്. ദെൻ മാസ് നോക്കുക. നമുക്കറിയാൻ പറഞ്ഞു പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസ് എന്താണ്? ഏകദേശം സെയിം ആണ്. AMU എന്ന് പറഞ്ഞാൽ അത് ആറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. അത് ആറ്റത്തിൻ്റെ മാസ് നോക്കാനുള്ള ഒരു യൂണിറ്റ് ആണ്. ഓക്കെ. മാസ് ഈക്വൽ ടു 1 AMU. ദെൻ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസ് സെയിം ആണ്. ഇലക്ട്രോണിൻ്റെ മാസ് കണ്ടോ? 1/3 ഇത്രയും ആണ്. അത്രയും നെഗ്ലിജിബിൾ ആയിട്ടുള്ള മാസാണ് ആർക്ക്? ഇലക്ട്രോൺ ഉള്ളത്. അതുകൊണ്ടാണ് ഒരു ആറ്റത്തിൻ്റെ മാസ് അതിൻ്റെ ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം. ഓക്കെ. ദെൻ ഇലക്ട്രോണിന് എന്ത് ചാർജാണ്? ഞാൻ പറഞ്ഞ നെഗറ്റീവ് ചാർജാണ്. അതുകൊണ്ട് അത് എന്തായിരിക്കും? പോസിറ്റീവ് ചാർജിൻ്റെ നേരെ അട്രാക്റ്റ് ചെയ്യും. പ്രോട്ടോണ് പോസിറ്റീവ് ചാർജാണ്. അതുകൊണ്ട് അത് നെഗറ്റീവ് ചാർജിൻ്റെ നേരെ അട്രാക്റ്റ് ചെയ്യും. അതേപോലെ ന്യൂട്രോണിന് എന്താണ്? ചാർജ് ഇല്ല. അതുകൊണ്ട് അത് എങ്ങോട്ടും അട്രാക്റ്റ് ചെയ്യൂല. ദെൻ അതിൻ്റെ പൊസിഷൻ, ഇലക്ട്രോണിൻ്റെ പൊസിഷൻ എവിടെയാണ്? ഔട്ട്സൈഡ് ദി ന്യൂക്ലിയസ് അല്ലേ? ന്യൂക്ലിയസിൻ്റെ ചുറ്റും റിവോൾവ് ചെയ്യുകയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അതേപോലെ ന്യൂട്രോണും എവിടെയാണ്? ഇൻസൈഡ് ദി ന്യൂക്ലിയസ്. ഓക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിഫറൻസ്. നിങ്ങളെ ടെക്സ്റ്റിലുണ്ട്, അതൊന്ന് പഠിക്കണം. ഇനി ആറ്റത്തിന് ചാർജ് ഉണ്ടോ? അപ്പോൾ നമ്മൾ പറഞ്ഞു ആറ്റത്തിൻ്റെ ഉള്ളിൽ 3 പാർട്ടിക്കിൾസ് ഉണ്ട്. ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഉണ്ട്. അത് ഇലക്ട്രോണിന് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. പ്രോട്ടോൺ ഹാസ് പോസിറ്റീവ് ചാർജ് ആൻഡ് ന്യൂട്രോൺ ഹാസ് നോ ചാർജ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആറ്റത്തിന് മൊത്തമായിട്ട് എടുക്കുമ്പം ഒരു ചാർജ് ഉണ്ടാവോ? നെഗറ്റീവോ പോസിറ്റീവോ അല്ലെങ്കിൽ ചാർജ് ഇല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ശരിക്കും ആറ്റത്തിൽ എന്താണ്? ചാർജ് ഇല്ല. ആറ്റം ന്യൂട്രലാണ്. ഇതിന് കാരണം നമുക്കറിയാം ആറ്റത്തിലുള്ള ഒരാൾ ന്യൂട്രോൺ ആണ്. അതിന് ഓൾറെഡി ചാർജ് ഇല്ല. പിന്നെ ചാർജ് ഉള്ള 2 ആൾക്കാരാണ് ആര്? പ്രോട്ടോൺസും ഇലക്ട്രോൺസും അല്ലേ?
പക്ഷേ ഓരോ ആറ്റത്തിലും നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ ആയിരിക്കും. ഏതൊരു ആറ്റം എടുത്ത് നോക്കിയാലും അതിൽ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതിനർത്ഥം എന്താണ്? നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജ് അല്ലേ? അതായത് 10 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ന്യൂക്ലിയസിൽ എന്തുണ്ടാകും? 10 പ്രോട്ടോണും ഉണ്ടാവും. അപ്പം ആ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. സോ മൊത്തം ആറ്റത്തിന് എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. ആറ്റം ന്യൂട്രലാണ്, അതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. ദെൻ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ബോർ മോഡൽ ഓഫ് ആറ്റം. ബോർ മോഡൽ ഓഫ് ആറ്റം ഡിസ്കസ് ചെയ്യണം. അതേപോലെ തന്നെ ഈ റുദർഫോർഡ് മോഡലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത് റിജക്റ്റ് ആയോ എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.